ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പപ്സാണ്, മുട്ട പപ്സ്. നമുക്കത് അരിപ്പൊടിയിലാണ് ചെയ്യുന്നത്. പച്ചരിപ്പൊടിയാണ്. പച്ചരി അരച്ചതായാലും മതിയാവും. ഇതും ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ളൊരു പപ്സാണ്. പാനിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുതായി അരിഞ്ഞ സവാള നല്ലപോലെ വഴറ്റിയെടുക്കാം. നമുക്കതിനകത്തോട്ടും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും നല്ലപോലെ അരച്ചെടുത്ത പേസ്റ്റും കൂടെ ചേർക്കാം. എരി വേണ്ടുന്നതിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഇവിടെ ചെറിയ 2 പച്ചമുളകും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതും ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടിയും ഒരു ശകലം പെരിഞ്ചീരകം മുഴുവനും ചേർക്കാം. എല്ലാം കൂടെ ചേർത്ത് ഒന്നും കൂടെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനിയും കിഴങ്ങും കൂടെ പൊടിച്ച് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കിഴങ്ങും എല്ലാം നല്ലപോലെ ഒന്ന് മാഷ് ചെയ്ത് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പപ്സിന് ഫിൽ ചെയ്യാനുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി മുട്ട പുഴുങ്ങിയെടുക്കാം. നമുക്ക് മുട്ടയും പുഴുങ്ങിയെടുക്കാം. മാവും കലക്കിയെടുത്തിട്ടുണ്ട്. എണ്ണ തടവി ദോശക്കല്ല് നമുക്ക് മാവ് നൈസായിട്ട് പരത്തിയെടുക്കാം. നൈസായിട്ട് നമ്മൾ ദോശ ചുടുന്ന പോലെ തന്നെയാണ് ചുട്ടെടുത്തിരിക്കുന്നത്. മാവിൽ ഒരു മുട്ടയും കൂടെ അടിച്ചേർത്ത് വേണം ദോശ ചുടാൻ. നമുക്ക് പപ്സ് വാങ്ങിക്കുന്ന പപ്സ് പോലെ അത്ര മുരിഞ്ഞ ടേസ്റ്റൊന്നും കിട്ടില്ല. അത് മൈദാമാവ് നല്ല മുരിഞ്ഞിരിക്കും, അതേപോലെ ഒന്നും കിട്ടില്ല. എന്നാലും ഒരുവിധം നമുക്ക് പപ്സ് കുട്ടികൾക്ക് മറ്റേ ഗ്ലൂട്ടൻ അലർജിയുള്ളവർക്ക് കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെയെല്ലാം നമുക്ക് മടക്കിയെടുത്ത് വേറൊരു പാനിലോട്ട് കുറച്ച് എണ്ണ ചേർത്ത് നമുക്കിതൊന്ന് മുരിച്ചെടുക്കണം. ഒരു വശം മുരിയുമ്പോൾ നമുക്ക് തിരിച്ചു വിട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് എണ്ണയും വെളിച്ചെണ്ണയും നെയ്യും കൂടെ ചേർത്ത് വേണം ഇതിലൊഴിക്കാൻ. സ്പൂണിൽ കുറച്ച് ഒഴിച്ച് നമുക്ക് 2 വശവും തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് മുരിച്ചെടുക്കണം. ഇങ്ങനെ നമ്മുടെ പപ്സെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ അത്ര മുരിയൽ ക്രിസ്മസ് കാണില്ല, പക്ഷേ ടേസ്റ്റ് ഉണ്ട്. നമുക്കകത്ത് ഫില്ല് ചെയ്തിരിക്കുന്നതും ഇത് കുറച്ച് എണ്ണയും നെയ്യും ചേർക്കുന്നത് കൊണ്ടും ഈ മാവിനകത്ത് നമുക്ക് കുറച്ച് മുട്ടയും കൂടെ അടിച്ച് ചേർക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇവിടെ മുട്ട ചേർത്തിട്ടില്ല. ആ പച്ചരി മാവിനകത്ത് ഒരു മുട്ടയും കൂടെ നല്ലപോലെ അടിച്ച് നമുക്ക് മിക്സിയിലും കൂടെ ഒന്ന് അടിച്ച് ചേർക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നമ്മുടെ പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതിങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക.